ഇത്രയും ഭീമമായ ഒരു ജനസംഖ്യയെ ഒരു സുപ്രീം കമാൻഡർ നേരിട്ട് മുന്നിൽ നിന്ന് നയിക്കാതെ, ഒരു GPS സാങ്കേതിക വിദ്യ പോലും ഇല്ലാതെ എങ്ങനെയാണ് ഉറുമ്പുകൾ കൃത്യമായി നിയന്ത്രിക്കുന്നത്? അവയുടെ വിസ്മയിപ്പിക്കുന്ന ആ രഹസ്യ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഉറുമ്പുകൾ എപ്പോഴും ഒന്നിനു പിറകെ ഒന്നായി കൃത്യമായൊരു വരിയിലാണ് സഞ്ചരിക്കാറുള്ളത്. അവയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല, വ്യക്തമായ കാഴ്ചശക്തിയുമില്ല. പിന്നെ എങ്ങനെയാണ് അവ ഈ വഴി തെറ്റാതെ പോകുന്നത്? ഇവിടെയാണ് അവയുടെ വിസ്മയിപ്പിക്കുന്ന കെമിക്കൽ ഭാഷയുടെ തുടക്കം. ഒരു ഉറുമ്പ് എവിടെയെങ്കിലും ഭക്ഷണം കണ്ടെത്തിയാൽ അത് തിരികെ കൂട്ടിലേക്ക് നടക്കുമ്പോഴേക്കും വഴിയിലുടനീളം ഫെറമോണുകൾ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക രാസവസ്തു ഒരു പെർഫ്യൂം പോലെ സ്പ്രേ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. മറ്റുറുമ്പുകൾ അവയുടെ തലയിലുള്ള ആന്റിന ഉപയോഗിച്ച് ഈ രാസവസ്തുവിന്റെ മണം പിടിച്ച് ആ വഴിയിലൂടെ കൃത്യമായി സഞ്ചരിക്കുന്നു. ഇതിലൊരു രസകരമായ ശാസ്ത്രമുണ്ട്. ഭക്ഷണം ഒരുപാടുണ്ടെങ്കിൽ അവ കൂടുതൽ ശക്തമായി മണം പുറപ്പെടുവിക്കും. അപ്പോൾ കൂടുതൽ ഉറുമ്പുകൾ അവിടേക്ക് വരും. വഴിയിൽ പെട്ടെന്ന് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ ആ മണം തടസ്സപ്പെടുകയും അവ നിമിഷ നേരം കൊണ്ട് മറ്റൊരു വഴി കണ്ടെത്തുകയും ചെയ്യും. ഭക്ഷണം തീരുന്നതോടെ ഈ മണം സ്വാഭാവികമായി വായുവിൽ അലിഞ്ഞ് ഇല്ലാതാവുകയും ചെയ്യും. എന്നാൽ ഈ മണം മാത്രമല്ല അവരുടെ ഒരേയൊരു കമ്മ്യൂണിക്കേഷൻ വഴി. അടിയന്തര സാഹചര്യങ്ങളിൽ ഉറുമ്പുകൾക്ക് ആശയവിനിമയത്തിന് മറ്റൊരു സൂപ്പർ സാങ്കേതിക വിദ്യ കൂടിയുണ്ട്. അവയുടെ ശരീരത്തിന്റെ പിൻഭാഗം പരസ്പരം വേഗത്തിൽ ഉരസി അവ ഒരു പ്രത്യേക തരം ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്. മനുഷ്യരുടെ കാതുകൾക്ക് ഇത് കേൾക്കാൻ കഴിയില്ല. എന്നാൽ മണ്ണിലൂടെയോ ഇലകളിലൂടെയോ ഉണ്ടാകുന്ന ഈ ചെറിയ കമ്പനങ്ങൾ മറ്റുറുമ്പുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. സാധാരണയായി പെട്ടെന്നൊരു ശത്രു ആക്രമിക്കുമ്പോഴോ മണ്ണിടിഞ്ഞ് കൂട്ടിൽ കുടുങ്ങിപ്പോകുമ്പോഴോ ഉള്ള അടിയന്തര സന്ദേശങ്ങൾ കൈമാറാനാണ് ഇവ ഈ ശബ്ദതരംഗങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് കേൾക്കുന്ന നിമിഷം കൊണ്ട് തന്നെ ബാക്കി സൈന്യം രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തും. ഇനി നമുക്ക് ഇവരുടെ യുദ്ധതന്ത്രങ്ങളിലേക്ക് വരാം. ഉറുമ്പുകളിലെ ആർമി ആൻസ് അഥവാ സൈനിക ഉറുമ്പുകളുടെ നീക്കങ്ങൾ കണ്ടാൽ ലോകത്തിലെ ഏറ്റവും മികച്ച മിലിറ്ററി കമാൻഡർമാർ പോലും തോറ്റുപോകും. ഇവയ്ക്ക് സ്ഥിരമായി ഒരു കൂടുണ്ടാകാറില്ല. ലക്ഷക്കണക്കിന് വരുന്ന ഈ സൈന്യം കാടുകളിലൂടെ ഒരു വലിയ തരംഗമായിട്ടാണ് വേട്ടയാടാൻ ഇറങ്ങുന്നത്. മുന്നിൽ പോകുന്ന സ്കൗട്ട് ഉറുമ്പുകൾ ശത്രുക്കളെ കണ്ടെത്തിയാൽ തൊട്ടു പിന്നാലെ വരുന്ന ലക്ഷക്കണക്കിന് സൈനിക ഉറുമ്പുകൾ ഒന്നിച്ച് ഒരേ സമയം ആക്രമണം അഴിച്ചുവിടും. ഒരു പ്രത്യേക തരം തന്ത്രപരമായ ഫോർമേഷനിലാണ് ഇവർ നീങ്ങുന്നത്. വഴിയിൽ വലിയ വീതിയിലുള്ള തോടുകളോ കുഴികളോ കണ്ടാൽ ഈ സൈനിക ഉറുമ്പുകൾ പരസ്പരം കൈകോർത്ത് സ്വന്തം ശരീരം കൊണ്ട് വലിയ പാലങ്ങൾ നിർമ്മിക്കും. ആ ജീവനുള്ള പാലത്തിലൂടെ ബാക്കി സൈന്യവും രാജ്ഞിയും സുരക്ഷിതമായി അപ്പുറത്തെത്തും. രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ നൽകുന്ന ഇതിലും മികച്ചൊരു സൈന്യത്തെ നമുക്ക് എവിടെ കാണാൻ കഴിയും? ഇതുകൂടാതെ മനുഷ്യൻ കൃഷി കണ്ടുപിടിക്കുന്നതിനും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ കൃഷി ചെയ്യാൻ പഠിച്ചവരാണ് ഉറുമ്പുകൾ. ഇലകൾ കടിച്ചു മുറിച്ച് കൂട്ടിലേക്ക് കൊണ്ടുപോയി അതിലൊരു പ്രത്യേക തരം പൂപ്പൽ അഥവാ ഫംഗസ് വളർത്തിയെടുത്താണ് ഇവ ഭക്ഷണമുണ്ടാക്കുന്നത്. ഈ സാമ്രാജ്യത്തിന്റെ വളർച്ചയ്ക്കായി അവർ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്: യുദ്ധം ചെയ്ത് മറ്റുള്ളവരെ അടിമകളാക്കുക എന്നത്. ഉറുമ്പുകളുടെ ലോകത്തും ഇത് കൃത്യമായി നടക്കുന്നുണ്ട്. സ്ലേവ് മേക്കിംഗ് ആൻസ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗം ഉറുമ്പുകളുണ്ട്. മറ്റുറുമ്പ് കോളനികളെ ആസൂത്രിതമായി ആക്രമിച്ച് അവിടുത്തെ രാജ്ഞിയെ കൊന്ന് അവിടുത്തെ കുട്ടികളെയും മുട്ടകളെയും സ്വന്തം കൂട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഈ കുട്ടികൾ വളരുമ്പോൾ തങ്ങൾ ജനിച്ച കൂടാണിതെന്ന് കരുതി ഈ പുതിയ സാമ്രാജ്യത്തിലെ രാജ്ഞിക്ക് വേണ്ടിയും സൈന്യത്തിനു വേണ്ടിയും കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങും. തികച്ചും മനഃശാസ്ത്രപരമായ ഒരു യുദ്ധതന്ത്രമാണിത്. ചുരുക്കത്തിൽ അതിശയിപ്പിക്കുന്ന കെമിക്കൽ ആശയവിനിമയം, ശാസ്ത്രീയമായ കൃഷിരീതികൾ, മികച്ച യുദ്ധതന്ത്രങ്ങൾ, പരസ്പരമുള്ള കഠിനമായ അച്ചടക്കം ഇവയാണ് കോടിക്കണക്കിന് വർഷങ്ങളായി പ്രകൃതിയിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് വലിയ ഡൈനോസറുകൾക്ക് പോലും വംശനാശം വന്നിട്ടും സ്വന്തമായൊരു സാമ്രാജ്യം ഭരിക്കാൻ ഉറുമ്പുകളെ സഹായിക്കുന്നത്. വലിപ്പത്തിലല്ല, അവയുടെ ഒത്തൊരുമയിലാണ് കാര്യമെന്ന് ഈ കൊച്ചു ജീവികൾ ശാസ്ത്രീയമായി നമ്മെ പഠിപ്പിക്കുന്നു. ഉറുമ്പുകളുടെ ഈ രഹസ്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ
ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്